ഇന്നൊരു പിൻട്രസ്റ്റ് ഇൻസ്പയർഡ് ഹെയർ സ്റ്റൈൽ ചെയ്താലോ. ആദ്യം തന്നെ സെൻറ്റർ പാർട്ടീഷൻ ചെയ്യാം. ഇനി ഫ്രണ്ടിൽ നിന്ന് കുറച്ച് മുടിയെടുത്തിട്ട് രണ്ട് സൈഡിലും നമുക്ക് ലീവ് ചെയ്തിടാം. ബാക്കി വരുന്ന പോർഷനിൽ നിന്നും കുറച്ച് മുടിയെടുത്തിട്ട് പോണി ടെയിൽ കെട്ടി കൊടുക്കാം. ഇതേപോലെ പോണി ടെയിൽ നമുക്ക് മറ്റേ സൈഡിൽ കൂടെ ചെയ്ത് കൊടുക്കാം. നമ്മൾ സ്കൂളിൽ പഠിക്കുന്ന ടൈമിലൊക്കെ രണ്ട് ഭാഗത്ത് ഇതുപോലെ കൊമ്പ് പോലെയൊക്കെ കെട്ടിപ്പോയിട്ടുണ്ടായിരുന്നല്ലേ. പിന്നെ ആ ഭാഗത്തോട്ട് തന്നെ തിരിഞ്ഞു നോക്കിയിട്ടില്ല. ഇനി നമ്മൾ ആ ഒരു ലീവ് ചെയ്തിട്ട ഒരു പോർഷനില്ലേ, അതെടുത്തിട്ട് ഫ്രഞ്ച് ബ്രെയ്ഡ് ചെയ്ത് കൊടുക്കുക. അത് കംപ്ലീറ്റ് ആയിട്ട് ഒന്ന് മടഞ്ഞിട്ട് കൊടുത്തിട്ട് ഏറ്റവും താഴെ എത്തുമ്പോൾ റബ്ബർ ബാൻഡ് വെച്ചൊന്ന് സെക്യൂർ ചെയ്യാം. ഈ ഫ്രഞ്ച് ബ്രെയ്ഡും ഡച്ച് ബ്രെയ്ഡും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്നറിയോ? ഈ കാണുന്നത് ഫ്രഞ്ച് ബ്രെയ്ഡാണ്. ഇത് നേരെ തല തിരിഞ്ഞു വന്നാൽ അത് ഡച്ച് ബ്രെയ്ഡാവും. ഫ്രണ്ടിലും മുടി വെട്ടിയിടാത്തവർക്ക് ഇത് കുറച്ചുകൂടി ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. ബ്രെയ്ഡിന് കുറച്ച് വോളിയം തോന്നിക്കണമെങ്കിൽ അതൊന്ന് വലിച്ചു കൊടുത്താൽ മതി. ഇതേ പ്രോസസ്സ് തന്നെ നമുക്ക് മറ്റു സൈഡിലും ഒന്ന് റിപ്പീറ്റ് ചെയ്ത് കൊടുക്കാം. നല്ല ട്രെൻഡി ആയിട്ടുള്ള ഒരു ലുക്ക് കിട്ടിയില്ലേ. മോഡേൺ ഔട്ട്ഫിറ്റ്സിൻ്റെ കൂടെ നന്നായി പോകുന്ന ഒരു ഹെയർ സ്റ്റൈലാണ്. ജീൻസിൻ്റെ കൂടെ ഈവൻ ഡ്രസ്സസിൻ്റെ കൂടെയൊക്കെ തന്നെ നന്നായിട്ട് ചേരും. ഇനിയും ഇതുപോലത്തെ ഹെയർ സ്റ്റൈൽസ് വേണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ.